ദൈവത്തിന് സ്തോത്രം. അന്യർ തൻ ദുഃഖത്തിൽ പങ്കുചേർന്നിടണം, ആർദ്രത കാട്ടിയിടണം. ദൈവത്തിനാൽ സ്നേഹാൽ നിറഞ്ഞിരുന്ന പകർന്നു നൽകിടാമളവന്യെ. ദൈവത്തിനാൽ സ്നേഹാൽ നിറഞ്ഞിരുന്ന പകർന്നു നൽകിടാമളവന്യെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കഥാപാത്ര പഠനത്തിലേക്ക് സ്വാഗതം. ദൈവത്താലും മനുഷ്യരാലും നല്ല സാക്ഷ്യം പ്രാപിച്ച് ദേശത്ത് പടർന്ന് പന്തലിച്ച് ജീവിച്ച ഇയ്യോബ് എന്ന ഭക്തന്റെ ജീവിതത്തിലെ ശിശിരകാലം. കഷ്ടതയുടെ കൊടും ശൈത്യം, ഇല മൊത്തം പൊഴിഞ്ഞ് വിറങ്ങലിച്ചു നിൽക്കുന്ന വടവൃക്ഷം, പൂർവ്വദിഗ്വാസികളെ നടുക്കിയ ദുരന്ത പെരുമഴയിൽ ദേശം ഭീതിയിലാണ്. സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും കേട്ടറിഞ്ഞ് ഒരുപാട് പേർ അവിടേക്ക് ഒഴുകുകയാണ്. നമുക്കൊന്ന് പോയാലോ? ശരി, നാം ഇപ്പോൾ അവിടെയാണ്. ദാ ഇയ്യോബിനെ കണ്ടില്ലേ ആ ചായ്പിൽ? വിധിപ്രകാരം എല്ലാ ചികിത്സകളും നൽകുകയാണ്. ഒരു പ്രയോജനവും കാണുന്നില്ല. എണ്ണയും തൈലക്കൂട്ടും എല്ലാം നിഷ്ഫലം. തന്റെ ഭാര്യ വീടിനകത്തെ പരിചാരകരുടെ ശുശ്രൂഷയും അല്പാൽപ്പം സാധാരണ സ്ഥിതിയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള ആരോഗ്യമോ മനോനിലയൊന്നും ആ മാതാവിനില്ല. സന്ദർശകർ പലതരക്കാരല്ലേ, പക്ഷെ എല്ലാവരും ഇതിന്റെ കാരണം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. കുശൂശിപ്പ് ശ്രദ്ധിച്ചേ. അന്യായമായി സമ്പാദിച്ച മുതലാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ദൈവകോപം ഇങ്ങനെയേ ഉണ്ടോ? സമ്പത്തിന്റെ ഭയങ്കര അഹങ്കാരമല്ലായിരുന്നോ? ഇത്രയേ ഉള്ളൂ. മനുഷ്യനെന്നാലും പഠിക്കുമോ? ഇങ്ങനെ പോകുന്നു അഭിപ്രായ പ്രകടനങ്ങൾ. ഈ കുടുംബത്തിന്റെ നന്മ അനുഭവിക്കാത്തവരായി ആ ദേശത്തെങ്ങും ആരും ഉണ്ടാവില്ല. പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു കവിതാശകലം ഓർമ്മ വരികയാണ്. ഖഗങ്ങൾ മാവിൽ പെരുകും വസന്തേ, വരാശരത്തിങ്കിലതൊന്നുപോലും. എല്ലാവരും അകന്നകന്നു പോകുകയാണ്. വരുന്നവരാകട്ടെ കുറ്റങ്ങളും കുറവുകളും ദൈവകോപവും ഒക്കെയാണ് ഇവിടെ നിന്ന് വായിച്ചെടുക്കുന്നത്. ദുരന്തത്തെക്കാൾ കഠിനമാണ് ഈ സന്ദർശകരുടെ വാക്കുകൾ. ഈ ദുഃഖവാർത്ത അറിഞ്ഞ് പല ദേശത്തു നിന്നായി തന്റെ 3 സുഹൃത്തുക്കൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അദ്ദേഹത്തെ കാണാൻ തീരുമാനിച്ചു വരികയാണ്. ദൂരെ നിന്നേ തന്നെ കണ്ടവർ തിരിച്ചറിയാതെ അവർ ഉറക്കെ കരഞ്ഞു. വസ്ത്രം കീറി പൊടി വാരി മേലോട്ട് തലയിൽ വിതറി അവർ കടന്നു വന്നു. 7 രാപ്പകൽ തന്നോടൊപ്പം മൗനമായി തറയിലിരുന്നു. ഇത്രയും വരെ അവർ ശ്രേഷ്ഠമായ കരുണയുടെയും സ്നേഹത്തിന്റെയും തൂവൽ സ്പർശമേകി. ഈ ദിവസങ്ങൾ കൊണ്ട് സാഹചര്യങ്ങൾ, അവിടെ വന്നവരുടെ സംസാരം, അഭിപ്രായം, അവരുടെ തന്നെ വിദ്യാബാഹുല്യം, പരിജ്ഞാനം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരായി അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി തുടങ്ങി. സ്വർഗത്തിലോ ആത്മമണ്ഡലത്തിലോ നടക്കുന്ന അടിയൊഴുക്കുകളൊന്നും അറിയാതെ അവർ സംസാരിക്കുകയാണ്. 3-4 ഘട്ടങ്ങളിലായിട്ടാണ് അവരുടെ സംസാരം നടക്കുന്നത്. 3 മുതൽ 37 അധ്യായം വരെ 3 ഘട്ടങ്ങളിലായി ഡിബേറ്റ് നടക്കുകയാണ്. 3-ാം അധ്യായത്തിൽ 1 മുതൽ 26 വരെ ഇയ്യോബ് തന്റെ വ്യസനവും നിരാശയും വെളിപ്പെടുത്തുന്നു. പിന്നീട് എലിഫസ് ഇയ്യോബ്, ബിൽദാദ് ഇയ്യോബ്, സോഫർ ഇയ്യോബ്, ഇങ്ങനെ 2 വട്ടം അവർ സംസാരിക്കുന്നുണ്ട്. 3-ാം ഘട്ടം 22-ാം അധ്യായം മുതൽ 26-ന്റെ 14 വരെ എലിഫസും ബിൽദാദും മാത്രം സംസാരിക്കുന്നു. ഇയ്യോബ് അതിന് മറുപടിയും പറയുന്നുണ്ട്. 4-ാമതായിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ എലിഹു അതുവരെ കേൾവിക്കാരനായിരുന്ന ശേഷം സംസാരിക്കുന്നു. ആദ്യത്തെ 3 പേരുടെയും സംസാരങ്ങൾ വിലയിരുത്തി പിന്നീട് ദൈവത്തിന്റെ സമ്മാനം ലഭിക്കുന്നുണ്ട്. ഇത്രയും ചുരുക്കമായി അറിയണം, കാരണം ഈ പുസ്തകം മൊത്തം ഒറ്റ കഥയല്ലേ. ഇവരുടെ നീണ്ട ഉപദേശങ്ങൾ എങ്ങനെ
ഈ കുടുംബത്തിന് അനുഭവപ്പെട്ടു എന്നത് 2-3 വാക്യശകലങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. 13-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങൾ അശേഷം മിണ്ടാതിരുന്നാൽ കൊള്ളാം. നമ്മൾ പറയാറില്ലേ, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കാമോ, എനിക്ക് അല്പം സ്വൈര്യം താ എന്ന പോലെയാണ് ഇവരുടെ സംസാരത്തിൽ നിന്ന് ഇയ്യോബിന് പറയാൻ തോന്നിയത്. 16-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. 19-ന്റെ 2-3 വാക്യം, നിങ്ങൾ എത്രത്തോളം എന്നെ മനസ്സ് വ്യസനിപ്പിക്കുകയും മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യും. ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എന്നെ നിന്ദിച്ചിരിക്കുന്നു. എന്നോട് കാഠിന്യം കാണിപ്പാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. എന്തൊരു കഷ്ടം, ദുഃഖകരം അല്ലേ? ഇവർക്ക് ആഹാരവും കൊടുത്ത് സൽക്കരിച്ച് ആ മാതാവും ബാല്യക്കാരും ഈ കയ്പുനീരിന്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊഴികളാൽ തകർക്കുന്നു. ഈ മൂവർ മാത്രമല്ല, വന്ന സന്ദർശകർ എല്ലാവരും ഈ വിധത്തിലൊക്കെയാവും ആശ്വസിപ്പിച്ചത്. കാരണം അവർ ഇതിന്റെയൊക്കെ കാരണം കണ്ടുപിടിക്കുകയല്ലേ. ഈ ദുരന്തത്തിന്റെ എന്തറിഞ്ഞിട്ടാണ്? നാം ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഓർത്തെടുക്കാനുണ്ടാവും. നമ്മൾ മറ്റുള്ളവർക്ക് നൽകിയതും നമുക്ക് ലഭിച്ചതും ഇത് രണ്ടും ഉണ്ടാവും. തകർന്നിരിക്കുന്നവരെ, മാരക രോഗത്തിന് അടിമപ്പെട്ടവരെയൊക്കെ സന്ദർശിക്കുന്നവർ പ്രത്യേകം ദൈവകൃപ പ്രാപിച്ചിട്ട് വേണം വായ് തുറക്കേണ്ടത്. എഫേസ്യർ 4:29, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കൊലോസ്യർ 4:6, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം, കരുണ ഇവ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞെങ്കിലേ അത് നാവിലൂടെ ആശ്വാസവാക്കായി അനുഗ്രഹവചസായി പുറത്തേക്ക് വരും. അല്ലാത്തവർ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി, മൊഴികളാൽ തകർക്കാതെ. തണുപ്പിക്കുന്നവരെ തണുപ്പ് കിട്ടും എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.